ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള വിപണികൾ തൃപ്തികരം തന്നെയാണ്. എങ്കിലും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വ്യാപാര ദിനങ്ങൾക്കിടെ ഒരു ദിവസം മാത്രമാണ് വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം വിൽപ്പനയിൽ തന്നെയായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന ഈ വിൽപ്പന ആണ് ഒരു പരിധിവരെ നമ്മുടെ വിപണി ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത്. കഴിഞ്ഞ ദിവസവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. ഇന്നലത്തെ ഒരു പ്രത്യേകത രണ്ടാംതര ചെറുകിട ഓഹരികളിൽ നേരിയ തോതിൽ നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ നഷ്ടത്തിലേക്കായിരുന്ന ഈ ഒരു മേഖലയിൽ നിക്ഷേപകർ ലാഭമെടുത്താണ് അത്തരം ഓഹരികളിൽ നഷ്ടമുണ്ടായതെങ്കിൽ ഇന്നലെ അതിൽ ഒരു നേരിയ തോതിൽ ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. മാത്രമല്ല ചില ഓഹരികൾ നല്ല രീതിയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് കാണിക്കുന്നത് വിപണിയിൽ നേരിയ തോതിലെങ്കിലും നിക്ഷേപ താല്പര്യം ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നേക്കുമെന്നാണ്. എങ്കിൽ കൂടിയും വിപണി മുന്നോട്ട് നീങ്ങി വ്യാപാരം തുടരണമെങ്കിൽ 23,000 എന്നുള്ള മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനമാണ്. ഇന്നലെ വ്യാപാരത്തിനിടെ 22,800 എന്നുള്ള നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. ഈ വലിയ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ഇന്നും നാളെയും 2 ദിവസമാണ് ഈ ഒരാഴ്ച വ്യാപാര ദിനം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കരുതലും വിപണിയുടെ നീക്കത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചതിനേക്കാൾ മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക.